കുട്ടിമഹാഭാരതം കഥകൾ ഭാഗം 1. വ്യാസന്റെ ജനനം. യമുനാനദിയിലെ ഒരു കടത്തുവഞ്ചി തുഴഞ്ഞിരുന്നത് മുക്കുവകന്യകയായ സത്യവതിയായിരുന്നു. ഒരു ദിവസം പരാശരമുനി നദി കടക്കുന്നതിനായി സത്യവതിയുടെ വഞ്ചിയിൽ കയറി. സുന്ദരിയായ സത്യവതിയെ കണ്ട മുനിക്ക് അവളെ പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണർന്നു. മുനി തന്റെ ആഗ്രഹം സത്യവതിയെ അറിയിച്ചപ്പോൾ അവൾ കന്യകാത്വം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അത് നിരാകരിച്ചു. അതുകണ്ട മുനി അവളോട് പറഞ്ഞു, നിനക്കൊരാപത്തും ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. കൂടാതെ നിന്റെ കന്യകാത്വം നശിക്കാതിരിക്കാനുള്ള വരം ഞാൻ നൽകും. ഏകദേശം 50ഓളം ഭാഗങ്ങൾ അടങ്ങുന്ന കുട്ടികൾക്കുള്ള മഹാഭാരതം കഥകളാണ് ഇവിടെ ഓരോരോ വീഡിയോകളായി കൊടുക്കുന്നത്. വീഡിയോകൾ മുഴുവൻ കണ്ടുകഴിയുന്ന കുട്ടികൾക്ക് മഹാഭാരതം കഥകൾ പച്ചവെള്ളം പോലെ ഹൃദിസ്ഥമായിരിക്കും. അതുകൊണ്ട് ലൈക്കും ഷെയറും ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സൂക്ഷിക്കുക. മുനിയുടെ വാക്കുകൾ വിശ്വസിച്ച സത്യവതി വഞ്ചിയിൽ വെച്ചുതന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി. മത്സ്യഗന്ധമുണ്ടായിരുന്ന സത്യവതിയുടെ ശരീരം അന്നുമുതൽ കസ്തൂരിഗന്ധമുള്ളതായിത്തീർന്നു. മുനിയുടെ തപോബലത്തിൽ ഗർഭിണിയായ സത്യവതി ഉടൻ പ്രസവിച്ച ഉടൻ തന്നെ കുട്ടി യുവാവായി. യമുനാനദീമധ്യത്തിലെ ദ്വീപിൽ ജനിച്ചതിനാൽ ആ കുട്ടിക്ക് മാതാപിതാക്കൾ ദ്വൈപായനൻ എന്നു പേരിട്ടു. ദ്വൈപായനൻ തപസ്സിനായി യാത്രയാകുമ്പോൾ തന്റെ മാതാവായ സത്യവതിയെ സന്ദർശിക്കാനായി ആവശ്യമുള്ള സമയങ്ങളിൽ തിരികെ വരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇന്നു വേദവ്യാസൻ എന്ന പേരിൽ പ്രസിദ്ധനായത് ഈ ദ്വൈപായനനാണ്. വേദങ്ങളെ 4 വിഭജിച്ചതും മഹാഭാരതം രചിച്ചതും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. പരാശരമുനിയെ പ്രാപിച്ച് ഗർഭിണിയും മാതാവുമായി തീർന്ന സത്യവതി അദ്ദേഹത്തിന്റെ വരസിദ്ധികൊണ്ട് കസ്തൂരിഗന്ധിയായിത്തീർന്നുവെന്നു മാത്രമല്ല കന്യകയായി തന്നെ തുടരുകയും ചെയ്തു. മക്കളെ, നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടോ? കമന്റ് ചെയ്തു പറയണേ. കൂടാതെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ. അടുത്ത ഭാഗം ശന്തനുവും ഗംഗാദേവിയും. മറക്കാതെ കാണുക.